അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പളവിന് 2 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പുട്ടുപൊടി നല്ല തരിതരിയായിട്ടുള്ള പുട്ടുപൊടി നോക്കിയെടുക്കുക. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. വീട്ടിൽ പൊടിപ്പിച്ച പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, വീട്ടിൽ പൊടിച്ചിട്ട് വറുത്തെടുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. തരിതരിയോടുള്ള പുട്ടുപൊടി എടുക്കുക. അപ്പോൾ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പ് വേണമെന്നില്ല, ഗ്ലാസിന്റെ അളവിൽ 2 ഗ്ലാസ് പുട്ടുപൊടി അളന്നെടുത്താലും മതി. ഇനി പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ എടുക്കാവുന്നതാണ്. ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ മാവ് നനച്ചെടുക്കുന്ന സമയത്തിൽ വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് പൊടി നനച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഉപ്പും പുട്ടുപൊടിയായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഒന്ന് നനച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരമായിട്ട് പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ എടുക്കാവുന്നതാണ്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് പുട്ടുപൊടിയല്ലേ എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരുമിച്ച് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. 5-10 മിനിറ്റ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. വീണ്ടും ഞാനിപ്പോൾ നമ്മൾ എടുത്തത് ആദ്യം 1 കപ്പ് വെള്ളം അല്ലേ, ഇപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് പുട്ടുപൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പാല് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാൽ എടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ 1.5 കപ്പ് പാലിൽ തന്നെ ചെയ്തിട്ട് എടുത്താലും മതി. പകുതി പാലും പകുതി വെള്ളവും ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും പാലൊഴിച്ച് ചെയ്യുന്നത് ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ മുറുക്കി പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കണം, ഒടിഞ്ഞു വരെയും വേണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്ത് ഈ വെള്ളം എല്ലാം ഈ പുട്ടുപൊടി വലിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിൾ. ഇത് 3ഉം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും ഒക്കെ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 3ന്റെയും തൊലി മാറ്റിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ആപ്പിളിന്റെ തൊലി വേണമെന്നുണ്ടെങ്കിൽ തൊലി മാറ്റിയാൽ മതി. അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരമായിട്ട് എണ്ണ വേണമെങ്കിലും എടുക്കാം. നെയ്യാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒരുപാട് നെയ്യോ എണ്ണയോ ചേർക്കരുത്, കുറച്ചേ ചേർക്കാവൂ. എന്നാൽ പിന്നെ എല്ലാം കൂടെ ഇട്ട് കുഴഞ്ഞു പോവും. നെയ്യൊന്ന് ചൂടായി വന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞെടുത്തത് ഇട്ടുകൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം വയന്ന് ഒരു ഗോൾഡൻ നിറാവണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഒന്ന് വഴറ്റി ഒരു ഗോൾഡൻ നിറാവണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെ ആ ഒരു പച്ച ചുവക്ക് ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇഞ്ചി ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. മുളക് പൊടിയൊന്നും ചേർക്കരുത്, ചില്ലി ഫ്ലേക്സ് തന്നെ ചേർത്ത് കൊടുക്കുക. ഉണക്ക വറ്റൽ മുളക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു ബീട്രൂട്ടിന്റെ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഈ വെള്ളത്തിന്റെ നനവൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വെന്ത് വരണം, ഇതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ടിന്റെ വെള്ളത്തിന്റെ ആ നനവൊക്കെ മാറി ഡ്രൈ ആയിട്ട് ചെറുതായിട്ടൊന്ന് ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർക്കാം. ക്യാരറ്റിലുള്ള വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടണം.
അപ്പോൾ ക്യാരറ്റിന്റെയും വെള്ളത്തിന്റെ നനവൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല. വെള്ളത്തിന്റെ ആ നനവൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്തിട്ട് ആപ്പിളിന്റെ വെള്ളത്തിന്റെ നനവൊക്കെ മാറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ആപ്പിളും കൂടെ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ നനവൊക്കെ മാറി ഡ്രൈ ആയി കിട്ടും. ഉപ്പൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. പുട്ടുപൊടിയിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പുട്ടുപൊടി എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് തേങ്ങയും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഈർപ്പം മാറി നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാണ്. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറണം. ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പുട്ടുപൊടി നനച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വയറ്റിയെടുത്ത് അതിൻ്റെ ചൂടൊക്കെ മാറുന്ന ഒരു സമയം മാത്രമേ പുട്ടുപൊടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ സോഫ്റ്റായിട്ട് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്കാണ് നമ്മൾ വയറ്റിയെടുത്തതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വയറ്റി എടുത്തത് നമ്മൾ കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഈ തയ്യാറാക്കുന്ന പുട്ടിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ആരോഗ്യത്തിന് നല്ലതുമാണ് ഈ പുട്ട്. നമ്മൾ ക്യാരറ്റും ആപ്പിളും ബീട്രൂട്ടും വെച്ചിട്ട് ABC ജ്യൂസ് അല്ലേ തയ്യാറാക്കുന്നത്. ഈ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിട്ടുള്ള പുട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടുപൊടിയും നമ്മൾ വയറ്റിയെടുത്തതെല്ലാം കൂടിയിട്ട് മിക്സ് ആയി കിട്ടണം. കണ്ടില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒട്ടും വെള്ളത്തിന് നനവൊന്നുമില്ല. വയറ്റിയത് ചൂടോടുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി വെന്ത് കട്ടായി പോകും. അപ്പം നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പുട്ട് തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. ഒരു സ്പൂണിൽ ഇങ്ങനെ എടുക്കുക, ചൂടായ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുക. പുട്ടുകുറ്റിയുടെ അടിഭാഗത്ത് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ തേങ്ങയൊന്നും ഇടുന്നില്ല. അതുപോലെ പുട്ടുപൊടി നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തേങ്ങ ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. പുട്ടുപൊടി ഇതാ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. പുട്ട് ആവിയേറ്റി എടുക്കുന്നത് ഒരു കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ ഒരു അരഭാഗത്തോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പുട്ട് ആവിയേറ്റി എടുക്കുന്നത്. പുട്ടുകുറ്റിയുടെ അടിയിലൊരു ഹോളുണ്ട്. ഇതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പുട്ട് ഒരു 5 മിനിറ്റ് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ പുട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് പുട്ടുകുറ്റി എടുത്ത് മാറ്റാം. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പുട്ട് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ABC പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് ABC ജ്യൂസും അതുപോലെ തന്നെ ABC പൗഡറാണ് കഴിച്ചിട്ടുള്ളത്. ഇതുപോലെ ABC പുട്ട് ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഒരു കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ABC പുട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.